നാളെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരികയും ലോകം അവസാനിക്കുകയും ചെയ്യും. ആ ലോകാവസാന ദിവസം അസ്ഥികളായിട്ട് ഈ മണ്ണിനടിയിൽ ലഭിക്കു പോകേണ്ട ഞാൻ ഈ അസ്ഥി കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ച് ദൈവം തൊക്ക് പിടിപ്പിച്ച് പുതിയൊരു ശരീരം ധരിപ്പിച്ച് എന്നെ എഴുന്നേൽപ്പിക്കുകയും യേശുക്രിസ്തുവിന്റെ മുമ്പിൽ എന്റെ രഹസ്യങ്ങളും പാപങ്ങളും പരസ്യപ്പെടുത്തിയിട്ട് അവൻ എന്നെ തീപ്പൊയ്യിലേക്ക് അഗ്നി നരകത്തിലേക്ക് തള്ളിക്കളയുകയും ചെയ്യുമായിരുന്നു. ഒരിക്കലും കെടാത്ത ആ തീയിലേക്ക്, ഒരിക്കലും ചാകാത്ത പുഴുവുള്ള അഗ്നി മാത്രമുള്ള ആ ഭയങ്കരമായിരിക്കുന്ന ആ നരകവിധിയിൽ അവൻ എന്നെ വിടുവിച്ച്. പ്രിയപ്പെട്ടവരെ, ഞാൻ പാപിയായിരുന്ന ഒരു മനുഷ്യനാണ്, നിങ്ങളെക്കാൾ എല്ലാവരും അധമനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ദൈവം എന്നെ എത്രമാത്രം സ്നേഹിച്ചു. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കേണ്ടിയോ? ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കേണ്ടിയോ? ഇത് പ്രസംഗിക്കാതിരിക്കുന്നെങ്കിൽ ഞങ്ങൾ കുറ്റക്കാരാ. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷെ ഞാനും നിങ്ങൾ നാളെ ഈ ശരീരം വിട്ട് മരണം വഴിയായിട്ട് വേർപെടുകയും നമ്മുടെ യഥാർത്ഥമായിരിക്കുന്ന അകത്തെ മനുഷ്യൻ വെളിപ്പെട്ടു വന്നിട്ട് യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ പരസ്പരം കാണുന്ന ദിവസം ഈ ചിതറ ദേശത്തുള്ളവർ പറയും, കർത്താവേ, യേശുവേ, നീ ചിതറ പഞ്ചായത്തിൽ വന്ന് ഇവനെ ഞങ്ങളുടെ സുവിശേഷം പറയാനായിട്ട് ആക്കി വെച്ചതാണ്, പക്ഷെ അവൻ വന്നില്ല, ഞങ്ങൾ ഇതാ നശിച്ചു പോകുന്നുവല്ലോ, നിന്നെ അറിയായിയാൽ ഞങ്ങൾ നശിച്ചു പോകുന്നുവല്ലോ എന്ന് അന്ന് പറയാതിരിക്കേണ്ടതിനും അതിനേക്കാളുപരി നിങ്ങളാരും നശിച്ചു പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾ സുവിശേഷം പറയുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്.